ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വരവെന്ന് പറഞ്ഞ സിനിമ കണ്ടു, ജോജു ജോർജിൻ്റെ. അടിമാലി മാതാ തിയേറ്ററിലാണ് കണ്ടത്. EVM മാതാ. രാത്രി നൈറ്റ് ഷോ ആയിരുന്നു, 9 മണിക്ക്. ഓൾറെഡി ട്രെയിലർ കണ്ടിട്ടാണ് പോയത്. ഒരു ഷാജി കൈലാസ് സിനിമയാണ്, അപ്പോൾ അത്തരത്തിലുള്ളത് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതൊരു ആക്ഷൻ സിനിമയാണ്. അപ്പം ഞാൻ പ്രതീക്ഷിച്ച സംഭവങ്ങൾ തന്നെയാണ് സിനിമയിലുള്ളൂ. സിനിമ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. സിനിമ കണ്ടിരിക്കാം. 2 മണിക്കൂർ സമയം നമ്മളെ ബോറടിപ്പിക്കാത്തൊരു സിനിമയാണ് വരവ്. പഴയ ബോംബ് കഥ തന്നെയെന്ന് പറയാം. പണ്ട് മുതലേ നമ്മൾ കണ്ട് ശീലിച്ച സിനിമ ശൈലി തന്നെ. അതായത് രണ്ട് ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. അതായത് ഒരു സൈഡിൽ നായകൻ, ഒരു സൈഡിൽ വില്ലൻ. വില്ലൻ്റെ ഓരോ ആളുകളെ നായകൻ കൊല്ലുന്നു. നായകൻ്റെ സ്വന്തക്കാരെ, ബന്ധുക്കാരെ വില്ലൻ കൊല്ലുന്നു. അങ്ങനെയൊക്കെ ഉള്ള സ്റ്റോറി തന്നെ നമ്മൾ പണ്ട് മുതൽ കണ്ടിട്ടുള്ള സിനിമ തന്നെ. പക്ഷെ സിനിമ വളരെ എൻ്റർടൈനിങ് ആയിട്ട് ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് വരവ്. ഞാൻ സിനിമ റിവ്യൂ, അശ്വന്ത് കോക്കിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ ചുമ്മാ നോക്കി. പക്ഷെ അശ്വന്ത് കോക്ക് പറയുന്ന പോലെ ഇത് തീർത്തും ഒരു രീതിയിലും എൻ്റർടൈനിങ് അല്ലാത്ത സിനിമയൊന്നുമല്ല. സിനിമ ശരിക്കും നല്ല കണ്ടിരിക്കാം. ജോജുവിൻ്റെ നല്ലൊരു ആക്ടിങ് ഈ സിനിമയിലുണ്ട്. ജോജു വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഓറയാണ്. അതുപോലെ ആക്ഷൻസ് സീൻസൊക്കെ ആണെങ്കിൽ എല്ലാ ഇടികളും അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഡ്രോൺ ഷോട്ടുകൾ നല്ല രീതിയിലുള്ള ഡ്രോൺ ഷോട്ടുകളാണ് സിനിമയിലുള്ളത്. പിന്നെ ഞാൻ ഇടുക്കിക്കാരനായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറയൂർ, കാന്തല്ലൂരൊക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ സീൻസാണ് എടുത്തു വച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കാം. വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് സിനിമ. പിന്നെ ഈ പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പുതുമയില്ലാത്ത കഥയാണ്. അത് അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മൾ ഈ സിനിമ കണ്ട് അങ്ങ് വലിയ സസ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ സിനിമ നമുക്ക് 2 മണിക്കൂർ സമയത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ തന്നെയാണ് വരവ്. ഇപ്പം ഞാൻ ഈ അശ്വന്ത് കോക്കിൻ്റെയൊക്കെ റിവ്യൂ കണ്ടു കഴിഞ്ഞ സമയത്ത് പുള്ളി പറയുന്ന പോലെ അത്രയധികം മോശപ്പെട്ട പടമൊന്നുമല്ല ഇത്. എൻ്റെ അഭിപ്രായം ഇതാണ് കേട്ടോ. ആവറേജ് നല്ല സിനിമ തന്നെയാണ്. പിന്നെ ഈ കഥയുടെ പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ ഉള്ളത്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ചില ആളുകൾ റിവ്യൂ ഒക്കെ ഇന്ന് കണ്ടു, 20 കൊല്ലം മുമ്പൊക്കെ ആണ് ഈ സിനിമ ഇറക്കുന്നതെങ്കിൽ ചിലപ്പോൾ നന്നായേനെ. കാരണം ഈ കാലഘട്ടത്തിനനുസരിച്ച് പറ്റിയ സിനിമയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അതിലൊന്നും കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്ത് പഴയ ചരിത്ര സിനിമകളൊക്കെ എത്ര സിനിമകൾ വരുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം വരെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സിനിമയും ഓരോരോ പരീക്ഷണങ്ങളാണ്. ഷാജി കൈലാസിൻ്റെ ഡയറക്ഷൻ നല്ല രീതിയിലുള്ള ഡയറക്ഷൻ തന്നെയാണ്. സിനിമ കുറേ ഭാഗങ്ങളിൽ എനിക്ക് ഹൈ തന്നിട്ടുണ്ട്. പിന്നെ കണ്ട് ഞെട്ടിപ്പോയിട്ടൊന്നുമില്ല. പക്ഷേ വൺ ടൈം വാച്ചബിളാണ്. ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് എന്തായാലും കാണാം. അതാണ് എനിക്ക് സിനിമയെ പറ്റിയുള്ള അഭിപ്രായം. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരിയധികം ആക്ഷൻ രംഗങ്ങൾ കൊള്ളാം. ചേസിങ് സീൻസ് ഉണ്ട് ഒത്തിരി. ചേസിങ് സീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈക്ക് ഉപയോഗിച്ചിട്ടുള്ള ചേസിങ് സീൻസ് ആണെങ്കിലും പജേറോ, ഡിഫൻഡർ, ബൊലേറോ, അങ്ങനെ ഒത്തിരിയധികം വണ്ടികൾ ഒക്കെയുള്ള ചേസിങ് സീൻസ് ഉണ്ട്. പിന്നെ കുറേ ലോറിയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി വാഹനങ്ങൾ ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോജുവിൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്.
അപ്പോൾ എനിക്ക് സിനിമ കണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റി. എനിക്ക് 2 മണിക്കൂർ ഇരിക്കാൻ പറ്റി. അത്രമാത്രം വെറുപ്പിക്കലൊന്നുമല്ല, എന്നെ രീതിയിൽ നല്ല രീതിയിൽ എൻ്റർടൈനിങ് ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ് വരവ്. അപ്പോൾ വരവ് സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. സിനിമ നിങ്ങളും കാണുക, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി എന്ന് പറഞ്ഞ മൂവി ഉണ്ട്. വേറെ ഐ നോബഡിയേക്കാൾ എന്തുകൊണ്ടും നല്ലൊരു സിനിമയാണ് വരവ്. ലാസ്റ്റ് ഞാൻ കണ്ടത് ഐ നോബഡിയാണ്. അത് എനിക്ക് ഒരു രീതിയിലും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മടുത്തു പോയി സിനിമ കണ്ട്. അതുപോലത്തെ ഒരു പടമായിരുന്നു ഈ ഐ നോബഡി എന്ന് പറഞ്ഞത്. അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു ഈ സിനിമ. കാരണം സിനിമയിൽ ഈ മറയൂർ, കാന്തല്ലൂർ, ഇങ്ങനെ ഇടുക്കിയുടെ ഹൈ റേഞ്ചിൻ്റെ ഒരു സൗന്ദര്യമായിരുന്നു മൊത്തം സിനിമ ഇങ്ങനെ കണ്ടിരിക്കാം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ശരിയാണ്, ഈ പഴയ കഥ തന്നെ റിവെഞ്ച് ത്രില്ലർ. അത് ഓൾറെഡി ട്രെയിലറിൽ കാണുമ്പോൾ നമുക്കറിയാലോ. കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കഥയേ ഉള്ളൂ. അതായത് നായകൻ പരോളിന് 10 ദിവസം കൊണ്ട് വരുന്നു. നായകൻ ജയിലിൽ പോകാൻ കാരണക്കാരായ ആളുകളെ ആയിട്ടുള്ള ഒരു പ്രതികാരം, റിവെഞ്ച് ത്രില്ലർ. അതാണ് സിനിമ. അത്രേ ഉള്ളൂ. ശരിക്കും ട്രെയിലർ കാണുന്ന അത്രേ ഉള്ളൂ. പിന്നെ അതിഗംഭീരമായിട്ടുള്ള സസ്പെൻസ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ സിനിമ നമുക്കൊരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ഉണ്ടെന്നാണ് തോന്നുന്നത്. 2.5 മണിക്കൂർ നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടിരുന്ന് കാണാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വലിയേറെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ശരി, വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ.